പ്രിയമുള്ളവരെ, രാജ്യത്ത് പാചകവാതക പ്രതിസന്ധി തുടരുന്നതിനിടെ ഛത്തീസ്ഗഡിലും ഗ്യാസ് സിലിണ്ടറുകളുടെ പൂഴ്ത്തിവെപ്പ് കണ്ടെത്തൽ. ഇന്നലെ നമ്മളൊരു SP നേതാവിന്റെ വീട്ടിൽ നിന്ന് കുറേയധികം ഗ്യാസ് കുറ്റികൾ കണ്ടെത്തിയിരുന്നു. ഇതിപ്പോൾ ഛത്തീസ്ഗഡിലുമുണ്ട് പൂഴ്ത്തിവെപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിൽ 741 സിലിണ്ടറുകൾ പിടിച്ചെടുത്തു. അതിനിടെ LPG പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഉദ്യോഗസ്ഥരുടെ അവധി റദ്ദാക്കി ഡൽഹി പോലീസ്. ക്രമസമാധാന പ്രശ്നം കണക്കിലെടുത്താണ് നടപടി. YS അഭിനന്ദനുടെ കൂടുതൽ വിവരങ്ങളുമായി. YS അഭിനന്ദ്, നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ് ഗ്യാസിന് ക്ഷാമം വന്നാൽ പലയിടത്തും പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും ഒക്കെ ഉണ്ടാവും എന്നുള്ളത്. അത് നമ്മൾ ഇന്നലെ ഒരു SP നേതാവിന്റെ വീട്ടിൽ നിന്ന് കൂടുതൽ ഗ്യാസ് സിലിണ്ടറുകൾ കണ്ടെടുത്ത വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. മധ്യപ്രദേശിലും സമാന സംഭവമുണ്ടായി. ഇപ്പോൾ ഛത്തീസ്ഗഡിൽ നിന്ന് വരുന്ന വാർത്ത 741 പൂഴ്ത്തിവെച്ച സിലിണ്ടറുകൾ കണ്ടെടുത്തു എന്നുള്ളതാണോ? രാജ്യമൊട്ടാകെ ഈ കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പിലേക്കും ഒക്കെ കടന്നിരിക്കുന്നു എന്ന് വേണമോ കരുതാൻ? ഡൽഹിയിൽ പോലീസിനെ തിരിച്ചു വിളിച്ചു എന്ന് കേൾക്കുന്നു അവധിയിലുള്ളവരെ. ഡോക്ടർ അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. ഈ രാജ്യത്ത് വ്യാപകമായിട്ടുള്ള ഇന്ധന പ്രതിസന്ധി രൂക്ഷമാകുന്നതിനിടയിൽ ഇത്തരത്തിലേക്ക് കരിഞ്ചന്തകളും പൂഴ്ത്തിവെപ്പുകളും തടയുവാൻ വേണ്ടി ഇടപെടൽ അത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന നിർദ്ദേശം കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം നൽകിയിരുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളിൽ വ്യാപക പരിശോധന നടക്കുകയാണ്. ഛത്തീസ്ഗഡിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പും പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് 741 സിലിണ്ടറുകൾ പിടിച്ചെടുത്തിരിക്കുന്നത്. 104 സ്ഥലങ്ങളിലാണ് പരിശോധന നടത്തിയത്. 392 സിലിണ്ടറുകൾ റായ്പൂരിലും, ഏതാണ്ട് 146 സിലിണ്ടറുകൾ ബിലാസ്പൂരിൽ നിന്നുമാണ് പിടിച്ചെടുത്തിട്ടുള്ളത്. ഇത്തരത്തിലേക്ക് സംസ്ഥാനത്ത് വ്യാപകമായ പൂഴ്ത്തിവെപ്പുണ്ട് എന്ന കണ്ടെത്തൽ കൂടിയാണ് ഛത്തീസ്ഗഡ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തത്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ പരിശോധനകൾ കർശനമാക്കാനാണ് തീരുമാനം. ഇവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം പോലീസിനോടും ഭക്ഷ്യസുരക്ഷാ വകുപ്പിനോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ നടപടിയിലേക്ക് കൂടി ഇപ്പോൾ ഛത്തീസ്ഗഡ് സർക്കാർ കടക്കുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഒപ്പം തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലയിടത്തും ഇത്തരത്തിലേക്ക് പൂഴ്ത്തിവെപ്പുകൾ ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആ വിവരം അറിഞ്ഞാലുടൻ തന്നെ ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റിയെ അറിയിക്കാനും ജില്ലാതല മോണിറ്ററിംഗ് കമ്മിറ്റികൾ പോലീസിന് നിർദ്ദേശം നൽകി എത്രയും വേഗം അവരെ പിടിയിലാക്കാൻ വേണ്ടി ഇടപെടൽ നടത്താനുമാണ് ഇപ്പോൾ ഛത്തീസ്ഗഡ് പോലീസും ഒപ്പം തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സർക്കാരുകളും നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കേരളത്തിലും വ്യാപകമായിട്ടുള്ള പൂഴ്ത്തിവെപ്പുകളുണ്ട് എന്നുള്ള വിവരം കേന്ദ്ര സർക്കാരിന് ലഭിച്ചിട്ടുണ്ട്. കേരള സർക്കാരിനോടും കൃത്യമായി ഇപ്പോൾ കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിലാണ് ദില്ലി പോലീസ് അവധിയിൽ പോയ ആളുകളെയൊക്കെ തിരികെ വിളിക്കുവാനായിട്ടുള്ള നടപടിയിലൊക്കെ കടന്നിരിക്കുന്നത്. ഉദ്യോഗസ്ഥർക്ക് ഇനി ആവശ്യമില്ലാതെ അവധി കൊടുക്കാൻ കഴിയുകയില്ല. LPG പ്രതിസന്ധി രൂക്ഷമായ പശ്ചാത്തലത്തിലാണ് തീരുമാനമെന്നും ദില്ലി പോലീസ് ഇപ്പോൾ പത്രക്കുറിപ്പിലൂടെ വ്യക്തമാക്കുകയാണ്. YS അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹി പോലീസിനെ തിരിച്ചു വിളിച്ചു എന്നുള്ളത് ഒരു സൂചനയാണ്. ഒരു പക്ഷേ ഗ്യാസിന്റെ ക്ഷാമം കുറച്ചു കാലം കൂടി നീണ്ടു നിന്നാൽ സ്വാഭാവികമായി പ്രതിഷേധങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്.